ഇവിടെ അടുത്ത തെരഞ്ഞെടുപ്പിൽ UDF വിജയിക്കണമെങ്കിൽ BJP വളരെ ശുഷ്കമായ പെർഫോമൻസ് നടത്തിയാലേ വരുള്ളൂ. അതല്ലാതെ BJP കൂടുതൽ വോട്ട് പിടിക്കണമെങ്കിൽ അതിൻ്റെ സിമ്പിൾ കോമൺ സെൻസ് ആൻറ്റി ഇൻകംബൻസി സ്പ്ലിറ്റ് BJP ഈസ് ഗ്രോയിങ്. BJP വളരുകയാണെന്നും ഭരണവിരുദ്ധ വികാരം ശക്തമാണെന്നും അതിൻ്റെ ഒരു പങ്ക് അവർ കൊണ്ടുപോകാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഡോക്ടർ ഗോപകുമാർ, ഇപ്പോൾ ഈ സർവേ അനുസരിച്ചാണെങ്കിൽ നമ്മൾ ഈ സർവേയുടെ ക്രെഡിബിലിറ്റി ഒക്കെ അവിടെ നിൽക്കട്ടെ, ഈ കണക്ക് മാത്രം നോക്കിക്കഴിഞ്ഞാൽ 48% ആൻറ്റി ഇൻകംബൻസി സ്ട്രോങ് ആണെന്ന് പറയുന്നത്, 34% പ്രോ ഇൻകംബൻസി ആണുള്ളത് എന്നാണ് വിശ്വസിക്കുന്നത്. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു മാർജിൻ അവിടെ ഉണ്ട്. പക്ഷേ കേരളം നമുക്കറിയാം, കേരളം പരമ്പരാഗതമായി തന്നെ ആൻറ്റി ഇൻകംബൻസി ഉള്ള സ്റ്റേറ്റ് ആണ്. കഴിഞ്ഞ തവണ അനിതര സാധാരണമായൊരു സ്ഥിതിവിശേഷം വന്നു, കോവിഡിൻ്റെ ഒരു പശ്ചാത്തലം ഉണ്ടായി, അതിൽ ഗവൺമെൻറ്റിൻ്റെ വെൽഫെയർ മെഷേഴ്സൊക്കെ നല്ല രീതിയിൽ വർക്ക് ചെയ്തു, ഒരു പ്രോ ഇൻകംബൻറ്റ് വേവ് ഉണ്ടായി. പക്ഷേ കേരളത്തിൻ്റെ ഒരു ട്രഡീഷൻ അതല്ല. പക്ഷേ ഇവിടെ ഇപ്പോൾ ഈ 48-34 എന്നുള്ള നിലയിൽ നിൽക്കുമ്പോൾ മൂന്നാമതൊരു പ്ലെയർ വന്നാൽ, ഇവിടെ നമുക്കറിയാം BJPക്ക് അല്ലെങ്കിൽ NDAക്ക് 20% വോട്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടി. പക്ഷേ അത് നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ അവർക്ക് കിട്ടാറില്ല. ഇവിടെ ഈ ആൻറ്റി ഇൻകംബൻസി വോട്ടുകൾ ഡിവൈഡ് ചെയ്യാനുള്ള സാധ്യത എത്രമാത്രമുണ്ട്? തീർച്ചയായിട്ടും അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, നമ്മൾ ചർച്ച ചെയ്യേണ്ടതുമാണ്. ആൻറ്റി ഇൻകംബൻസി വോട്ട് സ്പ്ലിറ്റ് ആകാനുള്ള സാധ്യതയുണ്ട്. കാരണം BJPക്ക് പാർലമെൻറ്റ് കിട്ടുന്ന വോട്ട് അസംബ്ലിയിൽ കിട്ടില്ല എന്ന് പറയുന്നത് ശരിയായിരിക്കാം. പക്ഷേ പുതിയ നേതൃത്വം വന്നു, പുതിയ ചെറുപ്പക്കാർ സ്ഥാനാർത്ഥികൾ രംഗത്ത് വരുന്നു, കുറച്ചുകൂടി ഓർഗനൈസ്ഡ് ആയിട്ട് മെഷീനറി BJP പ്രവർത്തിക്കുന്നുണ്ട്. അവർ കേരളത്തെ വളരെ സീരിയസ് ആയിട്ട് തന്നെ എടുത്ത് അതനുസരിച്ചുള്ള പൊളിറ്റിക്കൽ മാനോവറിങ് ചെയ്യുന്നുണ്ട്, അതനുസരിച്ചുള്ള സോഷ്യൽ എഞ്ചിനീയറിങ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് 20%, 23% കിട്ടുമെന്നൊന്നും പറഞ്ഞില്ലെങ്കിലും നിങ്ങൾ സങ്കല്പിക്കുക, 16% കിട്ടിയെന്നിരിക്കട്ടെ, അത് വലിയൊരു എമൗണ്ടാണ്, വലിയൊരു ഫാക്ടറാണ്. ആ 16% ആൻറ്റി ഇൻകംബൻസി സ്പ്ലിറ്റ് ആവുകയാണ്. അങ്ങനെ ആൻറ്റി ഇൻകംബൻസി സ്പ്ലിറ്റ് ആകുമ്പോൾ അത് ഭരിക്കുന്ന മുന്നണിക്ക് അത് അനുകൂലമായിട്ട് വരും. അപ്പോൾ ഞാനീ പറയുന്നത് CPM-ൽ നിന്ന് BJPക്ക് വോട്ട് ട്രാൻസ്ഫർ ചെയ്യുമെന്നോ, BJPക്കാർ CPM-ന് വോട്ട് ഒന്നുമല്ല പറയുന്നത്. തനിച്ചു നിന്ന് അവരുടേതായൊരു പ്രസക്തി കാണിക്കാൻ ശ്രമിക്കുമ്പോൾ അവർ കൊണ്ടുവരുന്ന വോട്ടുകൾ ഭരണവിരുദ്ധ വോട്ടിനെ പിളർക്കുന്നതാണ്. അപ്പോൾ അത് ഇവിടെ ഭരണവിരുദ്ധ വികാരത്തിൻ്റെ ഡേറ്റ വന്നല്ലോ, അതൊന്ന് സ്പ്ലിറ്റായിട്ടൊന്ന് നോക്കിയാലോ. അവിടെയാണ് ഈ 12% മാർജിൻ താങ്കൾ ചൂണ്ടിക്കാണിച്ചത്. ആ 12% മാർജിൻ പൊടുന്നനവേ താഴോട്ട് വന്ന് ഉദാഹരണമായിട്ട് 7-5 എന്നുള്ള നിലയിലാണ് വരുന്നെങ്കിൽ പക്ഷേ ഒരു ക്ലോസ് ഫൈറ്റായിട്ട് മാറും. അതാണ് വരുന്നത്. ഇവിടെ അടുത്ത തെരഞ്ഞെടുപ്പിൽ UDF വിജയിക്കണമെങ്കിൽ BJP വളരെ ശുഷ്കമായ പെർഫോമൻസ് നടത്തിയാലേ വരുള്ളൂ. അതല്ലാതെ BJP കൂടുതൽ വോട്ട് പിടിക്കണമെങ്കിൽ അതിൻ്റെ സിമ്പിൾ കോമൺ സെൻസ് ആൻറ്റി ഇൻകംബൻസി സ്പ്ലിറ്റ് BJP ഈസ് ഗ്രോയിങ്. BJP വളരുകയാണെന്നും ഭരണവിരുദ്ധ വികാരം ശക്തമാണെന്നും അതിൻ്റെ ഒരു പങ്ക് അവർ കൊണ്ടുപോകാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അതുകൊണ്ട് 2016-ലെ 15%-16% അല്ല, ഇനി അത് റീറ്റെയിൻ ചെയ്യണമെങ്കിൽ അത് റീറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ആൻറ്റി ഇൻകംബൻസി പിളരും. അതിൻ്റെ ഒരു കോൺസിക്വൻസ് നമുക്ക് പറയാൻ പറ്റില്ല. പലപ്പോഴും ഞാൻ ഓർക്കുന്നത് 82-ലെ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ, അന്ന് ബൈപ്പോളറാണ്, UDF LDF തമ്മിലുള്ള വ്യത്യാസം 1%. 1% ഒരു ഭരണമുന്നണി വന്നു. അതൊക്കെ കേരളത്തിൽ സംഭവിക്കും. പക്ഷേ ട്രൈപോളർ ആകുമ്പോൾ കളി മാറും. അതാണ്, അത് പരമ്പരാഗതമായി തന്നെ ഇന്ത്യൻ സെഫോളജി നമുക്കറിയാം. ഇങ്ങോട്ട് ഉള്ള ഘട്ടങ്ങളിൽ ഇതേ മട്ടിൽ തന്നെയാണ്. ഇൻഡെക്സ് ഓഫ് ഓപ്പോസിഷൻ യൂണിറ്റി വീക്ക് ആവുകയാണെങ്കിൽ അവിടെ ഇൻകംബന്റ് പാർട്ടി ജയിക്കും എന്നുള്ളതാണ് നമ്മൾ എല്ലാ ഇന്ത്യൻ ഇലക്ഷൻസിലും കണ്ടിട്ടുള്ളത്. യൂറോപ്പിലോ അതല്ലെങ്കിൽ അമേരിക്കയിലോ ഉള്ളതുപോലുള്ള സ്വിംഗ് തിയറി അല്ല ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്നത്.